ഇന്ന് ഈ ഉള്ളി കുനുകുനാന്നരിയുന്ന കുട്ടൻ്റെ പെണ്ണ് ശരിയാവുന്ന ആൾക്കാർ വരലേന്നേ. ഭക്ഷണം കഴിക്കാനൊന്നും നിൽക്കില്ല എന്ന് അഡ്വാൻസ് ആയിട്ട് പറഞ്ഞ അവരെ കൊണ്ട് കഴിപ്പിക്കാനായിട്ട് ഞങ്ങൾ കുറച്ച് പലഹാരമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ വന്ന ആൾക്കാരെ കൊണ്ട് നിർബന്ധിച്ച് ചായ കുടിപ്പിക്കലായിരുന്നേ അടുത്ത പരിപാടി. ഈ ചായ കൂടിയും ചർച്ച കഴിഞ്ഞിട്ട് അവർ പോകാനായിട്ട് ഇറങ്ങിയിട്ടാ. മുന്നേ വന്നപ്പോഴേ ഒരക്ഷരം മിണ്ടാത്ത ഈ റോസ് ഷർട്ടിട്ട് അനിയക്കുട്ടനെ കൊണ്ടുണ്ടല്ലോ ഞങ്ങൾ മിണ്ടിച്ചിട്ടാട്ടോ പറഞ്ഞയച്ചത്. അങ്ങനെ പാലക്കാട്ടുകാരെ പാലക്കാട്ടേക്ക് പറഞ്ഞയച്ചിട്ടേ തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് കയറുകയാണേ. പിന്നെ ബാച്ച് വൈസ് ആയിട്ട് ചായ കൂടി ആയിരുന്നു കേട്ടാ. അങ്ങനെ അടുത്ത് ഞങ്ങൾ അവസരമായിരുന്നേ. ആ സമയത്ത് അമ്മ അടുക്കളയിൽ പോയിട്ട് രാവിലത്തെ പുട്ടും ഉണ്ണിമോളും ഉണ്ടാക്കിയ പാർട്സിന്റെ കറിയും ചിക്കൻ കറിയും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ അവിടെ നടന്നതേ ഒരു തീറ്റ മത്സരം തന്നെയായിരുന്നേ. എനിക്ക് ഷേക്ക് കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ ഈ മത്സരത്തിലില്ല എന്ന് പറഞ്ഞിട്ട് പിണങ്ങിയിട്ട് തിരിഞ്ഞിരിക്കുന്ന താടിക്കാരനാണ് കേട്ടാ കുട്ടൻ്റെ ഫ്രണ്ട് രഞ്ജു. ഇതിന്റെ ഇടയ്ക്കുവേ പരിപാടിക്ക് പങ്കെടുക്കാത്ത ബിനിയാണോ അമ്മയ്ക്കൊക്കെ അമ്മ കണക്കാക്കിയിട്ട് സാധനങ്ങൾ മെല്ലെ മാറ്റി വെക്കുന്നുണ്ടായിരുന്നേ. ഒരു കാര്യം പറയാൻ വിട്ടോയേ, നമ്മൾ പറയില്ലേ പഴംപൊരിയും ബീഫും നല്ല കോമ്പിനേഷൻ ആണെന്ന്, അതുപോലെ തന്നെ കേട്ടാ ഈ പഴംപൊരിയും പാർട്സ് കറിയും കൂട്ടാനും നല്ല ടേസ്റ്റ് ആണേ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടാ. പിന്നെ ഞങ്ങൾ ഓരോരോ ഷേക്കും കുടിച്ചിട്ട് വയറും നിറച്ചിട്ട് അവിടെ ഇവിടെ ഇരിക്കലും കിടത്തും ഒക്കെ ആയിട്ട് സമയം പോയേ.